നമസ്കാരം. സാമ്പത്തിക പ്രതിസന്ധി എന്ന വാക്കിനെ കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ആ വാക്ക് കൂടുതൽ സുപരിചിതമായത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതോടെയാണ്. ഗൃഹിണിപ്പിള്ളേർക്ക് ചക്കക്കൂട്ടാൻ കിട്ടിയതുപോലെയുള്ള അവസ്ഥയാണ് പൊതുഖജനാവ് കണ്ടപ്പോൾ ജനിച്ചിട്ടിന്നേ വരെ ഒരു ജോലിയും ചെയ്യാത്ത പിണറായി വിജയനും തോമസ് ഐസക്കും ഉൾപ്പെടെയുള്ളവർക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ കഴിയുന്നത്ര ധൂർത്തടിച്ചു അവർ. ആ ധൂർത്താണ് കേരളത്തെ ഇന്നു കാണുന്ന പ്രതിസന്ധിയിൽ കൊണ്ടെത്തിച്ചത്. ഓരോ മാസവും കടം തരണേ എന്ന് അലമുറയിട്ട് നിലവിളിച്ച കേന്ദ്രത്തിലേക്ക് ചെല്ലും. അവിടെ നിന്ന് കിട്ടുന്നത് വാങ്ങി പിന്നെയും ധൂർത്തടിക്കും. ക്ഷേമ പെൻഷനും വിധവാ പെൻഷനും അടക്കമുള്ള പെൻഷനുകൾ മുടങ്ങിയിട്ട് മാസം 8 പോകുന്നു. ഈ 8 മാസവും കേന്ദ്രം പണം കൊടുത്തില്ല എന്നാണോ? അല്ലേയല്ല. ഉളുപ്പില്ലാതെ പെരും നുണ പറഞ്ഞ് പറ്റിക്കുകയാണ് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സംസ്ഥാന സർക്കാർ എന്ന കൊള്ളസംഘം. കടമെടുക്കാൻ അനുവദിക്കുന്നില്ലെന്നു കാട്ടി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും 13,608 കോടി രൂപ കേരളത്തിന് നൽകാൻ ഉത്തരവിട്ട കോടതി കൂടുതൽ തുക കടമെടുക്കുന്നതിനെക്കുറിച്ച് സംസ്ഥാനവും കേരളവും തമ്മിൽ ചർച്ച നടത്തി ഒരു തീരുമാനത്തിലെത്താൻ വിധിക്കുകയും ചെയ്തു. എന്നാൽ കേരളത്തിന്റെ കടമെടുപ്പ് ചർച്ച വമ്പൻ പരാജയത്തിലെത്തുകയാണ് ചെയ്തത്. കേന്ദ്ര സംസ്ഥാന ഉദ്യോഗസ്ഥർ തമ്മിൽ നടത്തിയ 2ാം വട്ട കടമെടുപ്പ് ചർച്ചയും ഫലം കണ്ടില്ല. ഇതോടെ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന ഈ മാസം സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകും എന്നുറപ്പായി. കടമെടുപ്പ് പരിധി ഉയർത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനം സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി പിൻവലിച്ചാൽ ചർച്ച ആകാമെന്ന് കേന്ദ്രം പറഞ്ഞെങ്കിലും സംസ്ഥാനം അതിനു തയ്യാറായില്ല. ഹർജി പിൻവലിക്കാൻ ആവശ്യപ്പെട്ട കേന്ദ്രത്തിന്റെ നടപടിയെ സുപ്രീം കോടതി വിമർശിക്കുകയും ചെയ്തു. സംസ്ഥാനം ഹർജി പിൻവലിക്കാത്തത് കേന്ദ്രത്തെ ചൊടിപ്പിക്കുകയും ചെയ്തിരുന്നു. 13,608 കോടി രൂപ നൽകാമെന്ന് കേന്ദ്രം സമ്മതിച്ചിരുന്നുവെങ്കിലും അത് ഉടനെ കിട്ടുമോ എന്ന കാര്യത്തിൽ സംസ്ഥാനത്തിന് തന്നെ ആശങ്കയുണ്ട്. ഈ 13,608 കോടിയിൽ 4,866 കോടി രൂപ വൈദ്യുതി വിതരണ മേഖലയിൽ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയതിനാൽ കടമെടുക്കാൻ കഴിയുന്ന തുകയാണ്. നിലവിൽ കേന്ദ്ര ഊർജ്ജകാര്യ മന്ത്രാലയത്തിലുള്ള ഈ ഫയൽ ഇനി ധനകാര്യ മന്ത്രാലയത്തിലെത്തി ഒരു തീരുമാനത്തിലെത്തുകയും ആ തീരുമാനം റിസർവ് ബാങ്കിനെ അറിയിക്കുകയും ചെയ്താൽ മാത്രമേ 13,608 കോടിയിൽ 4,866 കോടി രൂപയ്ക്ക് തീരുമാനമാകുകയുള്ളൂ. ഈ മാസം 12, 19, 26 എന്നീ തീയതികളിലാണ് ഇനി റിസർവ് ബാങ്ക് വഴി കടമെടുക്കാൻ കഴിയുന്നത്. അതിനു മുൻപ് കേന്ദ്രം നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കിയില്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. കാരണം ശമ്പളം കിട്ടാത്ത സർക്കാർ ജീവനക്കാർ ഇനിയും 1.5 ലക്ഷത്തിൽ കൂടുതലുണ്ട്. സാമ്പത്തിക വർഷാവസാനം സുപ്രീം കോടതിയിൽ കേസിന് പോയി കേന്ദ്രത്തെ പിണക്കിയത് അബദ്ധമായി പോയെന്ന് ധനവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട്. അല്ലെങ്കിലും പിണറായി വിജയനും അയാളുടെ സർക്കാരും കാണിക്കുന്നത് മുഴുവൻ അബദ്ധം മാത്രമല്ല, ഒടുവിൽ ബൂമറാങ് പോലെ തിരിച്ചടിക്കുമെന്നതാണെന്നും അവർ തന്നെ പലവട്ടം തെളിയിച്ചിട്ടുള്ളതാണ്. സംസ്ഥാനത്തിന്റെ ആവശ്യം പരിശോധിച്ചെങ്കിലും കേന്ദ്രത്തിന്റെ നിലപാട് അനുകൂലമല്ലായിരുന്നു എന്നാണ് കടം തെണ്ടൽ സംഘത്തെ നയിച്ച സംഘത്തലവനും ചീഫ് സെക്രട്ടറിയുമായ ഡോക്ടർ വി വേണു പറയുന്നത്. ഈ വിവരം തിങ്കളാഴ്ച കോടതിയെ അറിയിക്കുമെന്നും അദ്ദേഹം പറയുന്നു. കടമെടുപ്പ് ചർച്ച പരാജയപ്പെട്ടതോടെ സാമ്പത്തിക വർഷാവസാനമായ ഈ മാസം ട്രഷറിയിൽ കൂട്ടത്തോടെ എത്തുന്ന ബില്ലുകൾ പാസാക്കാൻ സർക്കാരിന് കഴിയില്ല. ഇത് സർക്കാരിന് കടുത്ത ദോഷമുണ്ടാക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിനാൽ മുടക്കമുള്ള 7 മാസത്തെ ക്ഷേമ പെൻഷനുകളിൽ 2-3 മാസത്തെ പെൻഷനെങ്കിലും കൊടുക്കേണ്ടി വരും. ഇന്ന് തീയതി 9 21 ദിവസമാകുമ്പോഴേക്കും അടുത്ത മാസത്തെ ശമ്പളം സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കണം. അതിനും വേണം 5,000 കോടി. 25,000 കോടിയെങ്കിലും ഈ മാസാവസാനം ചെലവിടാം എന്നുള്ള സംസ്ഥാനത്തിന്റെ മനക്കോട്ടയാണ് കേന്ദ്രത്തിന്റെ നിലപാട് കാരണം തകർന്ന് തരിപ്പണമാകുന്നത്. വിവിധ വകുപ്പുകളിൽ നിന്ന് പണം ആവശ്യപ്പെട്ട് ധനവകുപ്പിന് മേൽ കടുത്ത സമ്മർദ്ദവും തുടങ്ങിയിട്ടുണ്ട്. ശമ്പളം കിട്ടാതെ സർക്കാർ ജീവനക്കാർ തെരുവിലിറങ്ങിയാൽ അതോടെ സംസ്ഥാനത്തിന്റെ തകർച്ച പൂർണ്ണമാകും എന്നുറപ്പാണ്.